തമിഴ്നാട് തിരുപ്പൂരിൽ അനധികൃത പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം. 9 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 3 പേർ മരിച്ചു. സമീപത്തെ 2 വീടുകൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? തമിഴ്നാട്ടിലാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പും ഈ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ അനധികൃത പ്രവർത്തനത്തിനെതിരെ പരിശോധന, നടപടി, സർട്ടിഫിക്കറ്റ് പരിശോധന എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. വിവരങ്ങൾ എന്താണ് മുഹമ്മദ് റഹീസ്? ടി കെ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്ഫോടനം അനധികൃതമായി ഈ പടക്കം നിർമ്മിച്ചു കൊണ്ടിരുന്നത് ശരവണകുമാർ എന്ന് പറയുന്ന ആളാണ്. അയാളുടെ ഒരു ബന്ധുവിന്റെ വീടാണ് ഈ പറയുന്ന ഈ തിരുപ്പൂരിൽ ഉള്ളത്. തിരുപ്പൂർ പൊന്നമ്മൽ നഗർ എന്ന സ്ഥലത്തുള്ളത്. ഇയാൾ നേരത്തെ 2023 ഡിസംബർ വരെ അനധികൃതമായി 2023 ഡിസംബർ വരെ ഇദ്ദേഹത്തിന് ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നു. അതിന് ലൈസൻസ് ഉണ്ടായിരുന്നു. ശേഷം ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാണിച്ച് സർക്കാർ ഈ ലൈസൻസ് റദ്ദു ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഈ പൊന്നമ്മാൾ നഗറിലെ ഈ ബന്ധുവീട്ടിൽ വെച്ച് പടക്കം ഉണ്ടാക്കി വിൽക്കുന്നയാളാണ്. അതായത് കഴിഞ്ഞ 9-10 മാസമായി ഇയാൾ അനധികൃതമായി പടക്കം ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിൽപ്പന നടത്തുന്നതിനിടയിൽ ഇന്നൊരു ക്ഷേത്രത്തില് ഇദ്ദേഹത്തിന് പടക്കം നൽകേണ്ടിയിരുന്നു. അപ്പോൾ കുറെ ഓർഡറുകൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 9 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർ മരിച്ചിട്ടുണ്ട് എന്നതാണ്. ക്ഷമിക്കണം, 9 മാസമായ ഒരു കുഞ്ഞും ഒപ്പം തന്നെ മറ്റു 2 പേരും മരിച്ചിരിക്കുന്നു. അതായത് ആലിയ ഷെഹ്റിൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഒപ്പം തന്നെ തിരുപ്പൂർ സ്വദേശി കുമാർ, ഇയാൾക്ക് 45 വയസ്സാണ്. മറ്റൊരു സ്ത്രീ കൂടി മരിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മരിച്ചിരിക്കുന്നത്. 2 വീടുകൾ പൂർണ്ണമായി തകരുകയും 5 വീടുകൾക്ക് ഭാഗികമായി കേടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പടക്ക നിർമ്മാണശാലയല്ല, അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലമല്ല, മറിച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 2-3 നിലയിലായി ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്ന ഒരിടത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ 10 മാസത്തിലേറെയായി ഇയാൾ പടക്ക നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നതും 3 പേർ മരിക്കുന്നതും. സംഭവ സ്ഥലത്ത് കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആണ് ഈ അപകടം ഉണ്ടായത് എന്ന് പറയുന്നു. മരിച്ച സ്ത്രീയെ ഒരു തരത്തിലും തിരിച്ചറിയപ്പെടാത്ത തരത്തിൽ അവരുടെ ശരീരഭാഗങ്ങൾ ഛന്ന ഭിന്നമായി പോയി എന്നുകൂടിയുള്ള ദാരുണമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തിരുപ്പൂർ ജില്ലാ കളക്ടർ ടി ക്രിസ്തുരാജ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഉടമയെ, ഈ വീടിന്റെ ഉടമയെ ഇപ്പോൾ അവരിൽ നിന്ന് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ശരവണകുമാർ ഈ പടക്ക നിർമ്മാണം. മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് തിരുപ്പൂരിലാണ് അനധികൃത പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം ഉണ്ടായത്. 9 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്.